ഹായ് ഫ്രണ്ട്സ്, റിങ്കു എന്ന് പറഞ്ഞ ഒരു പയ്യന്റെ ഒരു മനോഹരമായ ഒരു കഥയുണ്ട്. ഒരിക്കൽ അവന്റെ നാട്ടില് ഒരു മേള വന്നു. ഏറ്റവും എക്സൈറ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ മേളയ്ക്ക് വിൽക്കുന്ന സാധനമാണ്. അതൊരു ബൈസൈക്കിൾ കമ്പനി നടത്തുന്ന ലേലമായിരുന്നു. അവരുടെ വിറ്റുപോകാത്ത സൈക്കിളൊക്കെ, നല്ല സൈക്കിളൊക്കെ വിൽക്കാനായിട്ടുള്ള ഒരു ലേലമായിരുന്നു. ഈ റിങ്കുവിന്റെ നാട്ടിലായിരുന്നു അത്. ലേലം തുടങ്ങുന്ന സമയത്ത് റിങ്കു വന്നു. അവന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു നല്ല സൈക്കിൾ വേണം, ഒരു അടിപൊളി സൈക്കിൾ വേണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായി. റിങ്കു ഒരു 10 വയസ്സുള്ള പയ്യനായിരുന്നു. അപ്പോൾ ഈ ലേലത്തിനായിട്ട് അവൻ പങ്കെടുത്തു. പക്ഷെ അതിനായിട്ട് അവൻ കുറെ കാലമായിട്ട് അവൻ സ്വരുക്കൂട്ടി വെച്ച് അവന്റെ ഒരു സേവിങ്സ് ആയ ഒരു 500 രൂപ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു അവൻ ഈ ലേലത്തിന് പങ്കെടുക്കാൻ പോയത്. അങ്ങനെ ലേലം, ബൈസൈക്കിളിന്റെ ലേലം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം വളരെ എക്സൈറ്റ്മെന്റോടുകൂടി അവൻ ആദ്യം പറയും, ഈ 500 എന്ന് പറഞ്ഞിട്ട് അവനാണ് ആദ്യം തുടങ്ങുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും അതിൽ കൂടുതൽ മുതിർന്ന ആളുകൾ അതിൽ കൂടുതൽ പൈസ പറയുകയും ഓരോ സൈക്കിളുകളും പോവുകയും വിറ്റുപോവുകയും ചെയ്തു. ഇത് കണ്ടുകൊണ്ട് റിങ്കു വരുന്നു. പക്ഷെ അവൻ ഒരിക്കലും അവന്റെ ഹോപ്പ് വിട്ടില്ല. വീണ്ടും സൈക്കിളുകൾ ലേലത്തിന് വിളിക്കുമ്പോൾ അവൻ ആദ്യം തന്നെ ഈ 500 എന്ന് പറഞ്ഞാൽ അവൻ മുന്നോട്ട് വരികയാണ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ കുറച്ച് ദിവസം ഇത് തുടർന്നപ്പോൾ മറ്റുള്ള ആളുകളും എല്ലാവരും റിങ്കുവിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ ബൈസൈക്കിൾ കമ്പനിയുടെ മാനേജർ ഈ റിങ്കുവിന്റെ ഒരു ബ്രേക്ക് സമയത്ത് റിങ്കുവിന്റെ അടുത്ത് വന്നു. എന്നിട്ട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് എപ്പോഴും ഈ 500 രൂപ കൊണ്ട് ലേലത്തിന് വിളിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ റിങ്കു തിരിച്ച് നിഷ്കളങ്കതയോടെ പറഞ്ഞു, ഞാൻ ഇത് കുറെ കാലമായിട്ടുള്ള എന്റെ സേവിങ്സ് ആണ്, എന്റെ കയ്യിൽ ഈ 500 രൂപ മാത്രമേ ഉള്ളൂ എന്ന് റിങ്കു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മാനേജർക്ക് റിങ്കുവിന് ഒരു സൈക്കിൾ കൊടുക്കണം എന്നൊരു ആഗ്രഹം തോന്നിയെങ്കിലും പക്ഷെ അപ്പോൾ അദ്ദേഹത്തിന് അത് പറ്റിയില്ല. പിന്നെയും ലേലം തുടർന്നു. അങ്ങനെ സൈക്കിൾ ലേലത്തിന്റെ 5ാമത്തെയും അവസാനത്തെ ദിവസം എത്തി. മിക്ക സൈക്കിളുകളും ഒരു വൈകുന്നേര സമയം അടുത്തുന്നതോടുകൂടി മിക്ക സൈക്കിളും വിറ്റുപോയി. അവസാനം ഒരു സൈക്കിൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അതാണ് ഏറ്റവും ബെസ്റ്റ് സൈക്കിൾ. ഏറ്റവും അടിപൊളിയും സെറ്റപ്പ് ഉള്ളതും ഗിയർ ഉള്ളതും നൈറ്റ് റൈഡിനൊക്കെ പറ്റുന്നതിലുള്ള ഒരു അടിപൊളി ബൈസൈക്കിളായിരുന്നു. നമ്മുടെ റിങ്കു തന്നെ ആദ്യം ലേലത്തിനായിട്ട് 500 രൂപീസുമായിട്ട് എഴുന്നേറ്റു. പക്ഷെ അവന് കിട്ടുമോ ഇല്ലയെന്ന് അത്രത്തോളം പ്രത്യാശ ഇല്ലെങ്കിലും അവന്റെ ഹോപ്പ് വിട്ടില്ല. എങ്കിലും അവന് ആഗ്രഹമുണ്ട്. അപ്പൊ അവൻ ആദ്യം തന്നെ വിളിച്ചു. ആരും ഒന്നും പറഞ്ഞില്ല, ഒരു സൈലൻസ് മാത്രമായിരുന്നു. ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു ആ ക്രൗഡിൽ. പിന്നെ 3ാമതും വിളിച്ചു. അത്ഭുതപ്പെടുത്തിയെന്നോണം അവിടെ ആൾക്കൂട്ടത്തിനിടയിൽ സൈലൻസ് മാത്രമായിരുന്നു, ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു. അതായത് ആ ഓപ്ഷന് വന്ന ഏറ്റവും അടിപൊളി, ഏറ്റവും ബെസ്റ്റ് സൈക്കിളായ ലാസ്റ്റ് വന്ന ആ സൈക്കിള് റിങ്കു വെച്ച ആ 500 രൂപീസിന് ലേലം ഉറപ്പിക്കുകയാണ് ചെയ്തത്. വളരെ അത്ഭുതപ്പെടുത്തുക. അവന്റെ കണ്ണുകൾക്ക് അത് വിശ്വസിക്കാനായില്ല. എങ്കിലും അവന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ടോ സന്തോഷം കൊണ്ടോ ഒക്കെ നിറഞ്ഞു. അവിടുത്തെ ആളുകൾ ഇത്രയും ദിവസം, ഈ 5 ദിവസവും ഈ റിങ്കുവിനെ ശ്രദ്ധിക്കുകയായിരുന്നു. അവന്റെ എക്സൈറ്റ്മെന്റ്, അവന്റെ ഉത്സാഹം, എത്ര പ്രാവശ്യം ലേലം കിട്ടിയില്ലെങ്കിലും പിന്നെയും അവൻ വീണ്ടും ശ്രമിക്കുന്നത് എല്ലാം കണ്ട് ഇവനോടൊരു ഇഷ്ടം തോന്നി. ഇവന്റെ ഒരു ഡിറ്റർമിനേഷൻ മനസ്സിലായ ആളുകൾക്ക്. അങ്ങനെ റിങ്കു വളരെ സന്തോഷത്തോടുകൂടെ തന്റെ പുത്തൻ സൈക്കിൾ എടുത്തിട്ട് അവന്റെ നാട്ടിലൂടെ പല വഴികളിലൂടെയും അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും സൈക്കിൾ ഓടിച്ച് എൻജോയ് ചെയ്തു. വളരെ ഉള്ളു നിറഞ്ഞുകൊണ്ടാണ് അവിടെയുള്ള ആ ഓപ്ഷനിൽ പങ്കെടുത്ത എല്ലാവരും തിരിച്ചു പോയത്.